കുറേ ആൾക്കാർ ഫസ്റ്റ് ഡേ സെറ്റിൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും ആൾക്കാരെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഡയറക്ടർ, ഒരു ക്യാമറമാനുണ്ട്, സിനിമ നടക്കും, അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ റീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ. ഇപ്പോൾ എൻ്റെ പോർഷൻസ് പുള്ളി ഷൂട്ട് ചെയ്യും, പുള്ളിയുടെ പോർഷൻസ് ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിക്കുക, ക്യാമറ ഇങ്ങോട്ട് തിരിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ റീൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യും, ഞങ്ങൾ തന്നെ പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ അനുരാഗിലോട്ട് എത്തണ സമയത്ത്, അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിലോട്ട് എത്തണ സമയത്താണ് എനിക്ക് മനസ്സിലാവണത് ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കണം, കട്ട് പറയുമ്പോൾ നിർത്തണം എന്നൊക്കെ പഠിക്കണത് അപ്പോഴാണ്. അതും കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ സിനിമ പൂവനായിരുന്നു. പൂവനിലോട്ട് എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഫസ്റ്റ് ഡേ സെറ്റിൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും ആൾക്കാരെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഡയറക്ടർ, ഒരു ക്യാമറമാനുണ്ട്, സിനിമ നടക്കും, അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇത് കുറേ ആൾക്കാർ, ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഓരോ ആൾക്കാർ. ഇപ്പോൾ കോസ്റ്റ്യൂമിന് തന്നെ ഒരു 4-5 ആൾക്കാർ, കോസ്റ്റ്യൂം ഹാൻഡിൽ ചെയ്യാൻ, ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരു 4-5 ആൾക്കാർ, ഡയറക്ഷൻ ടീം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ വേറെ കുറേ ആൾക്കാർ, പ്രൊഡക്ഷൻ സൈഡിൽ വേറെ കുറേ ആൾക്കാർ. ഇത്രയും ആൾക്കാർ കൂടി നിന്നിട്ടാണ് ഇപ്പോൾ യൂണിറ്റിലുള്ള ചേട്ടന്മാരൊക്കെ കഷ്ടപ്പെടുന്നൊക്കെ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ വിഷമം തോന്നാറാണ്. എത്രയും ബുദ്ധിമുട്ട്. ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർ ഒരു കുഞ്ഞ് സീനായിരിക്കും, ഒരു 1-2 ഡയലോഗുള്ള സീനായിരിക്കും, പക്ഷേ ലൈറ്റ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്നൊക്കെ പറയുന്നത് 1-1.5-2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കും, ഇവരുടെ ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ് ഓക്കെ അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഇവരിതൊക്കെ മൊത്തം അഴിക്കാനെടുക്കുന്ന ടൈം വേറെ, പിന്നെ വീണ്ടും ഒരു സീൻ ഷൂട്ട് ചെയ്യണം, വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ. അപ്പം ഇങ്ങനെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തിയേറ്ററിൽ കാണുന്ന ഒരു 2-2.5 മണിക്കൂർ സിനിമ ഷൂട്ട് ചെയ്യണതെന്ന് അറിയുമ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം നമ്മളിങ്ങനെ ഒരു സിനിമ ചുമ്മാ കണ്ടിട്ട് ഈ തല്ലിപ്പൊളി സിനിമ എന്ത് കൊള്ളൂല ഇതൊക്കെ നമ്മളിങ്ങനെ പറയും, അത്രയും സിമ്പിളായിട്ട് പറയും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത്രയും ആൾക്കാരുടെ അധ്വാനം, ഇത്രയും ആൾക്കാരുടെ എഫേർട്ട് എന്നൊക്കെ പറയണത് വളരെ വലിയൊരു കാര്യമാണ്. അതെനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം. അതിനുശേഷം ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്.